കെ നവാസ്, ഇപ്പോൾ കരുതലും കൈത്താങ്ങും അദാലത്ത് തുടങ്ങിയിരിക്കുകയാണ്. അദാലത്തിനെ എങ്ങനെയാണ് പ്രതിപക്ഷം കാണുന്നത്? ഒന്ന് സ്മൃതി, അദാലത്തുകളെന്ന് പറഞ്ഞാൽ പ്രതീക്ഷ അറ്റവരുടെ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ അദാലത്തുകളെന്ന് പറയുന്നത്. നമുക്കറിയാം, ലോക്കൽ ബോഡി ഗവൺമെൻറ്റുകളുണ്ട്. അവിടെയൊക്കെ പോയി നടക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക്, ഒരു പൗരന് ഒരു കാര്യം ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർ ചാനലിൽ നടക്കാതിരിക്കുമ്പോൾ അവർ സ്വാഭാവികമായി മന്ത്രിമാരെ നേരിട്ട് കാണാനുള്ളൊരു അവസരം, അത് വളരെ നല്ല ഒരു അവസരം തന്നെയാണ്. ആ അവസരത്തിൽ അവരത് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൽ ലഭിക്കുന്ന മറുപടി എന്താണ്, അവരിൽ നിന്ന് എന്ത് ലഭിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ അദാലത്തുകളെന്ന് പറയുന്ന ഒരു പ്രതീക്ഷയെ ആളുകൾ കാണുമ്പോൾ അതിനെ എങ്ങനെയാണ് ഗവൺമെൻറ് പരിഗണിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ കരുതലും കൈത്താങ്ങും, ഞാൻ അതിൻ്റെ ഓർഡർ എടുത്ത് വായിച്ചു. അതിൽ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഓർഡറിലെ 143/2024 GAD ഓർഡറിനകത്ത് ഒരു അനുബന്ധം കൊടുത്തിരിക്കുന്നു. പരിഗണിക്കേണ്ടാത്ത വിഷയങ്ങൾ എന്ന് പറഞ്ഞ് 11 കാറ്റഗറി കൊടുക്കുകയാണ്. 11 വിഷയങ്ങൾ ഈ അദാലത്തിൽ പരിഗണിക്കേണ്ടതില്ല എന്നതാണ്. ഒരു സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവൻ്റെ അടിസ്ഥാനപരമായ നീഡ്സ് എന്താണ്? വസ്ത്രം, ഭക്ഷണം, താമസം, സുരക്ഷ. ഈ 4 കാര്യങ്ങളാണല്ലോ. ഇവർ ഈ സർക്കുലറിൽ പറയാണ് പരിഗണിക്കാണ്ടാത്ത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. പോലീസുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും ഇവിടെ പരിഗണിക്കേണ്ടതില്ല എന്ന് വെച്ചാൽ അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി സാധ്യമല്ല. അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇവിടെ പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. സ്വാഭാവികമായി ഒരു സാധാരണക്കാരൻ്റെ എല്ലാ മേഖലയിലും ഉള്ള വിഷയങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ മേഖലകളെക്കുറിച്ച് പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഓർഡർ ഇറക്കിയ ഒരു സർക്കാർ എന്നിട്ടൊരു നാടകം കളിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു ഒരു എലക്ഷൻ എക്സസൈസിനപ്പുറത്തേക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഈ സർക്കാരിനുണ്ടെങ്കിൽ, നേരത്തെ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയിട്ടുള്ള നവകേരള സദസ്സിൻ്റെ റിസൾട്ട് എത്രയാണ് എന്ന് പരിശോധിക്കണം. കഴിഞ്ഞ ദിവസം വിൻസെന്റ് MLA നിയമസഭയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് വന്ന മറുപടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നല്ലോ. നമ്മളൊക്കെ കണ്ടതാണ്. 6 ലക്ഷത്തിൽ പരം പരാതികൾ ലഭിച്ചു, 5 ലക്ഷത്തിൽ പരം പരാതികൾ പരിഹരിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ചിരിയാണ് തോന്നിയത്. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് പരാതി കൊടുത്തവരുണ്ട്, അവിടെ പരാതികളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ കോപ്പി എൻ്റെ പക്കലുണ്ട്. ഞാൻ അതൊക്കെ അപ്പുറത്തേക്ക് റിപ്പോർട്ടർ ചാനലിൽ ഇന്ന് രാവിലെയാണെന്ന് എൻ്റെ ഓർമ്മ, നിങ്ങളുടെ തന്നെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയുണ്ടായിരുന്നു. പരാതി കൊടുത്ത ആളുകളെ പോയി കണ്ട് സംസാരിക്കുമ്പോൾ പരിഹരിച്ചു എന്ന് പറയുന്നവരോട് ചോദിക്കുമ്പോൾ അത് പരിഹരിച്ചിട്ടില്ലെന്ന് അവർ പറയാണ്. അപ്പൊ അതെ, ലൈവത്തോണിൽ തീർച്ചയായും അല്ല, ഇത് സ്വാഭാവികമാണ്. ഈ പരിഹരിച്ചു എന്ന് പറഞ്ഞ് നിയമസഭക്കകത്ത് 5 ലക്ഷത്തിൽ പരം പരാതികൾ പരിഹരിച്ചു എന്ന് പറഞ്ഞ വസ്തുത ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ എന്താ വസ്തുത എന്താണ്? ഗവൺമെന്റ് കിട്ടിയ ഒരു പരാതി, ആ പരാതിയിൽ പറയുന്നത് എൻ്റെ വീടിന് നമ്പർ ഇടാൻ പ്രയാസമുണ്ട്, ഇന്ന കാരണത്താൽ, അതുകൊണ്ട് പരിഹരിച്ചു തരണം. അതാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. അതിനെന്താ മറുപടി? പരിഹരിച്ചു എന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അത് പഞ്ചായത്ത് ഓഫീസിൽ ഇന്ന ഫോം വഴി നിങ്ങൾ അപേക്ഷിച്ചാൽ പരിഹരിക്കപ്പെടുന്നതാണ്. ഇതാണ് മുഖ്യമന്ത്രിയുടെ പരിഹാരം. ഇതാണ് നവകേരള സദസ്സിലെ പരിഹാരം. ഇതിന് ഒരു വലിയ തുക ചെലവഴിച്ച് വലിയ ഗിമ്മിക്സുകൾ കാണിച്ച് മന്ത്രിപരിവാരങ്ങൾ ഒന്നാകെ വന്ന് ഒരു അപേക്ഷ സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് രാജ്യത്ത് നാളിതുവരെയായി പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ട നാടിനകത്ത് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം സ്ഥിരമായി നടക്കുന്ന കാര്യമല്ലേ. അതിനെന്തിനാ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ വാഹനമെടുത്ത് ഒരു മന്ത്രിസഭ ഒന്നാകെ കടന്നു വരേണ്ടത്? സ്വാഭാവികമായി ഞാൻ ഇതിന്റെ കണക്കുമായി ബന്ധപ്പെട്ട വിൻസെന്റ് MLAയുടെ ചോദ്യത്തിന് മറുപടി ഇന്ന് വരെ നിയമസഭക്കകത്ത് എത്ര രൂപ ചെലവായി എന്ന് ഇവർ പറഞ്ഞിട്ടില്ലല്ലോ. സ്മൃതിക്ക് അറിയാമോ പുറത്തു വന്ന കണക്കെന്താ? നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ജൂൺ മാസത്തിൽ സഭയിൽ വന്ന ചോദ്യത്തിന് ജൂൺ മാസത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി 6,43,099 പരാതികളാണ് ആകെ ലഭിച്ചത്. അതിൽ 5,33,649 പരാതികൾ തീർപ്പാക്കി എന്നുള്ളത് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ടതാകും ആ തീർപ്പാക്കൽ. അപ്പോഴും 1,09,450 പരാതികൾ ബാക്കിയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ. ഈ തീർപ്പാക്കി എന്ന് പറയുന്നത് എന്താണെന്ന് സ്മൃതി മനസ്സിലാക്കണം. എന്താ തീർപ്പാക്കിയത്? ഞാനൊരു പരാതി കൊടുത്താൽ എൻ്റെ പരാതി മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ വീടിന് നമ്പർ ഇടാത്തതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ താങ്കൾക്ക് ഇന്ന ഫോം വഴി മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷിച്ചാൽ നമ്പർ കിട്ടുന്നതാണ്. ലൈഫ് മിഷനിൽ എനിക്കൊരു വീട് കിട്ടിയിട്ടില്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്കൊരു വീട് തരണം എന്നതാണ് എൻ്റെ നിവേദനമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതി വഴി അപേക്ഷിച്ചാൽ വീട് കിട്ടുന്നതാണ്. ഇതാണ് തീർപ്പാക്കൽ. നിങ്ങൾ പരിശോധിക്ക്. എന്ന കേരളത്തിൽ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ശ്രീമാൻ ഉമ്മൻചാണ്ടി. നിങ്ങൾക്കറിയാം, മണിക്കൂറുകളും പകലും രാത്രിയും നിന്ന നിൽപ്പിൽ ആ സ്പോട്ടിൽ വെച്ച് ആ തന്ന അപേക്ഷയ്ക്ക് പിറകിൽ
തന്നെ പരിഹാരം ഉണ്ടാക്കിയിരുന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് യഥാർത്ഥ ഒരു ഇലക്ഷൻ എക്സസൈസിനപ്പുറത്തേക്ക് ഒരാത്മാർത്ഥതയുമുള്ള ഒരു പദ്ധതിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോൾ മന്ത്രിമാർ താലൂക്ക് അടിസ്ഥാനത്തിലേക്ക് വരുന്നുവെന്ന് പറയുന്നു. സ്മൃതി, ഞാൻ സാധാരണക്കാരനിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത് സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യേണ്ട പിന്നെ ഒരു മേഖല എന്ന് പറയുന്നത് ലോക്കൽ ബോഡിയാണ്. ലോക്കൽ ഗവൺമെന്റ്, സെൽഫ് ഗവൺമെന്റ് മേഖലകളാണ്. നോക്കൂ, നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം. നിലവിൽ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ കൃഷി ഓഫീസുകളും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. എന്താ പ്രശ്നം? ഒന്ന്, ആവശ്യമായ മാൻ പവർ ഇല്ല. 2, അവർക്ക് ഗവൺമെന്റ് ഫണ്ട് കാര്യമായി അനുവദിക്കുന്നില്ല. അനുവദിക്കപ്പെട്ട ഫണ്ടോ നിങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടത് 2023-24 സാമ്പത്തിക വർഷത്തേക്ക് ഒരു 2 കോടി രൂപ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് നൽകിയാൽ ആ ഗ്രാമപഞ്ചായത്തിലെ അവർ നൽകേണ്ട ബില്ല് അത് ആ വർഷത്തെ ബില്ല് 2025 വർഷത്തേക്ക് മാറ്റിവെച്ച് ഫണ്ട് സ്പിൽ ഓവർ ചെയ്തുകൊണ്ട് അതിനെ ഒരു എന്താ പറയുക, പണ്ട് ലാലു പ്രസാദ് യാദവ് നമ്മുടെ റെയിൽവേ മന്ത്രി ആയിരിക്കുമ്പോൾ മാജിക് കാണിച്ചു എന്നൊക്കെ നിങ്ങൾ പത്രമാധ്യമങ്ങൾ പറഞ്ഞിരുന്ന പോലെ പിണറായി ഒരു മാജിക് കാണിക്കുകയാണ്. ഈ വർഷത്തെ കണക്ക് ഉൾപ്പെടുത്തുക, എന്നിട്ട് ഈ വർഷം ഫണ്ട് കൊടുക്കാതെ അടുത്ത വർഷത്തെ ഫണ്ടിൽ കൊടുക്കുക, എന്നിട്ട് അടുത്ത വർഷത്തെ ഫണ്ടിൽ നിന്ന് ആ കണക്ക് കുറയ്ക്കുക. ഇത്തരം നാടകങ്ങൾക്കപ്പുറത്തേക്ക് പൊറുതിമുട്ടിയ ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇത്തരം പദ്ധതികളെ രൂപപ്പെട്ട് വരണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രതീക്ഷ അറ്റവന്റെ പ്രതീക്ഷയാണ് ഇത്തരം സംരംഭങ്ങൾ എന്ന് പറയുന്നത്. അതുപോലും ഈ ജനങ്ങളുടെ സമയവും അവരുടെ പിന്നെ സമ്പത്തും ഒക്കെ ദൂർത്തടിക്കുന്ന ചെലവഴിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു നാടകമേളയായി മാറിപ്പോകരുത് എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്.